കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ മൂന്നാർ ഗ്യാപ്പ് റോഡിൽ വാഹനങ്ങളിലെ അഭ്യാസ പ്രകടനത്തെ തുടർന്ന് കർശന നടപടികളുമായി മോട്ടോർ വാഹന വകുപ്പ്. ജില്ലാ എൻഫോഴ്സ്മെന്റ് ആർടിഒയുടെ സ്പെഷ്യൽ സ്ക്വാഡ് ഗ്യാപ്പ് റോഡിൽ പരിശോധന നടത്തി. അടിമാലി ദേവികുളം നെടുങ്കണ്ടം തുടങ്ങിയ സ്ഥലങ്ങളിലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കഴിഞ്ഞ കുറച്ചു നാളുകളായി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ മൂന്നാർ ഗ്യാപ്പ് റോഡിൽ സഞ്ചാരികൾ കാറിന്റെ വിൻഡോയിലൂടെ ശരീരം പുറത്തിട്ടുള്ള അഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഇത് മാധ്യമങ്ങളടക്കം വാർത്തയാക്കിയതോടെ 3 വാഹനങ്ങൾ ഓടിച്ചിരുന്ന ഡ്രൈവർമാരുടെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്ത് കർശന നടപടി സ്വീകരിച്ചിരുന്നു. എന്നാൽ വീണ്ടും ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് കർശന നടപടികളുമായി മുന്നോട്ടു പോകുന്നത്. മോട്ടോർ വാഹന വകുപ്പ് ജില്ലാ എൻഫോഴ്സ്മെന്റ് ആർടിഒയുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ച് റോഡിലെ പരിശോധനകൾ കർശനമാക്കി. വരും ദിവസങ്ങളിൽ സ്പെഷ്യൽ സ്ക്വാഡ് ജില്ലാതിർത്തി മുതൽ ഗ്യാപ്പ് റോഡ് വരെയും ഗ്യാപ്പ് റോഡ് മുതൽ മൂന്നാർ ടൗൺ വരെയുള്ള ഭാഗങ്ങളിൽ പരിശോധനകൾ നടത്തുമെന്നും എൻഫോഴ്സ്മെന്റ് ആർടിഒ പറഞ്ഞു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളെല്ലാം ചാനലിലും കാണുന്നുണ്ട്. ഈ കാറിൽ ചെറുപ്പക്കാരായ പിള്ളേർ എല്ലാവരും ഈ കാറിൽ സഞ്ചരിക്കുമ്പോൾ ശരീരവും കൈയും തലയൊക്കെ പുറത്തിട്ട് തണുപ്പ് ആസ്വദിക്കാനുള്ള രീതിയിൽ യാത്ര ചെയ്യുന്ന. തുടർന്ന് നമ്മളിവിടെ സ്ഥിരമായിട്ട് മൂന്നാർ ദേവികുളം താലൂക്കിൽ 2 സ്ക്വാഡാണുള്ളത്. അതിൽ ഒരു സ്ക്വാഡ് സ്ഥിരമായിട്ട് ഗ്യാപ്പ് റോഡിൽ പട്രോളിംഗ് നടത്താനായിട്ട് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നെടുങ്കണ്ടത്തു നിന്നുള്ള സ്ക്വാഡും ഈ റോഡിൽ തന്നെ വന്നു ചേരുന്ന അതിർത്തിയിൽ അവർ 2 സ്ക്വാഡും പട്രോൾ നടത്തുന്നുണ്ട്. പരിശോധനകൾക്ക് പുറമെ ദേശീയപാത അധികൃതരുമായും പൊതുമരാമത്ത് വകുപ്പുമായും ബന്ധപ്പെട്ട് വിവിധ ഭാഷകളിലുള്ള സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. നിയമലംഘനം ഇനിയുണ്ടായാൽ കർശന നടപടിയുണ്ടാകും. കൂടാതെ ദേശീയപാതയിൽ സ്ഥിരമായി തന്നെ വാഹന പരിശോധന ശക്തമാക്കാൻ തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.